അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചില ചെറിയ നിസ്സാര ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ വന്നേക്കാം. അത്തരത്തിൽപ്പെട്ട ഒരു CCTV ഫുട്ടേജ് വെച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ചില അമ്മമാരും പെങ്ങന്മാരും ഉമ്മമാരും സഹോദരിമാരും എല്ലാം ചിലപ്പോൾ ഇത്തരം ശ്രദ്ധക്കുറവുകൾ ജീവിതത്തിൽ പതിവായിട്ട് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം അവരുടെ വീട്ടിൽ അവർ നിരന്തരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ആൾക്കാരെ സംശയം തോന്നും, ചിലപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അടുത്തുള്ളവരെ സംശയം തോന്നാം. അത്തരത്തിൽപ്പെട്ട പല ആവൃത്തി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ശ്രദ്ധക്കുറവ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അടുത്തിടെ നടന്ന ഒരു സംഭവമാണ്. ആ CCTV ഫുട്ടേജ് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ സൈഡിൽ ഒരു CCTV ഫുട്ടേജ് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല ചൂട് സമയമാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് ചിലപ്പോൾ ചില ശമനം കിട്ടാൻ വേണ്ടിയിട്ട് AC കളൊന്നുമില്ലാത്ത വീടുകളിലൊക്കെ സഹോദരിമാരും പെങ്ങന്മാരും എല്ലാം ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ആ ചൂടിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൻ്റെ ജനവാതിൽ ചിലപ്പോൾ തുറന്നിട്ട് ഉറങ്ങുന്ന ഒരു പതിവ് പല ആൾക്കാർക്കുമുണ്ട്. അത് ചിലപ്പോൾ ശ്രദ്ധക്കുറവാവാം, ചിലപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിൽ അത്തരത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടും ചെയ്യാം. എന്നാൽ ഈ വീട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ വീടുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായ ബംഗാളികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്, അവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും ആ വീടിൻ്റെ ഉടമ അവിടെ എല്ലാം CCTV വെച്ചിട്ടുണ്ട്. കാരണം വീടിൻ്റെ സുരക്ഷിതത്വത്തിനും അതുപോലെ തന്നെ ആ വീട്ടിൽ മറ്റൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോ ക്ലിപ്പ് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായതെന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫുട്ടേജിലേക്ക് വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവർ അവിടെ കിടന്നുറങ്ങുകയാണ്. രണ്ടാളാണെന്നാണ് തോന്നുന്നത്, കട്ടിൽമേൽ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തലയുടെ ഭാഗത്തുള്ള ജനവാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആ ജനൽ കൂടിയാണ് സംഭവം. ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ CCTV ഫുട്ടേജിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ ജനൽ തുറന്നിട്ട് അവിടെ വന്നിട്ട് ഒരാൾ ഈ ഉള്ളിലേക്ക് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് കാണാനും സാധിക്കും. കാരണം ഇവരൊക്കെ വർത്തമാനം പറഞ്ഞ് അവിടെ കിടന്നുറങ്ങിപ്പോവുകയല്ല, അത് ലൈറ്റ് പോലും ആ റൂമിൻ്റെ അകത്ത് ഓഫാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് മഹർ വരെ നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇത്തരം ജനലുകൾ തുറന്നിട്ട് ഉറങ്ങുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പാമ്പിൻ്റെ ഒരു ശല്യം കൂടി വരികയാണ്. ഇത്തരത്തിൽപ്പെട്ട ജനലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ജന്തുക്കളൊക്കെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് കാണാം. അദ്ദേഹം ട്രൈ ചെയ്യുകയാണ്, എടുക്കാൻ വേണ്ടിയിട്ട് കൈയിട്ട് നോക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എത്തുന്നില്ല. അതേസമയം ഉറങ്ങുന്ന വ്യക്തിയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ട് കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. കാരണം ഒരു ഫാൻ കൊണ്ടൊന്നും ഇപ്പോൾ പുതച്ചുറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ചൂടിന് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉറക്കം വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ ഒരു ഞെരക്കത്തിൽ, തീർച്ചയായിട്ടും ഉറക്കത്തിൻ്റെ ആ മയക്കത്തിൽ അദ്ദേഹം ചെറിയ ഒച്ചകൾ കേൾക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്, എന്തോന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ പാതി ഉറക്കത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. ആ സമയത്താണ് ആ തലക്കു ഭാഗത്തൂടെ ഒരു കൈ അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് പേടി തോന്നിയില്ല. അതെന്തെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഉറക്കത്തിൽ പെട്ടെന്ന് ഒരു കൈയോ ഒരു മനുഷ്യൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പേടിക്കും. പക്ഷെ അദ്ദേഹം അത് പേടിച്ചില്ല. എന്താണ് കാരണം നിങ്ങൾക്ക് 2 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അദ്ദേഹം ആ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒറ്റക്കല്ല, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കമ്പനിക്കാരനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് കൈ കാണുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് അതിൻ്റെ മുകളിലേക്ക് അദ്ദേഹം നോക്കുന്നുണ്ട്. ഒന്നാമത്തെ അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ്, രണ്ടാമത്തതും അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ്. വളരെ ഒരുങ്ങി അദ്ദേഹം മറ്റാരെയും വിളിച്ചില്ല. കാരണം അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ബുദ്ധിപൂർവമായിട്ട് അദ്ദേഹം അത് ആ കയ്യിൽ കയറി പിടിക്കുകയാണ്. ആ കൈ പിടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കിടക്കുന്നവർക്ക് 2 ചവിട്ടും കൊടുത്തു. എണീറ്റ് നോക്കിയപ്പോഴാണ് അത്ഭുതം. 1 അല്ല 2 അല്ല 3 4 പേർ ഒന്നായിട്ടാണ് അവിടെ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഭയമൊന്നും തോന്നാഞ്ഞത്. കാരണം 3 4 യുവാക്കളാണ്, അതുകൊണ്ട് അവരെ പിടിക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം അവർ വാതിൽ തുറന്ന് അപ്പുറത്തോടി പോയി അവനെ പിടിച്ചു കൊണ്ടുവന്ന് നന്നായിട്ട് പെരുമാറി എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത് ജന്തുക്കൾ, രണ്ടാമത്തത് ഇത്തരത്തിൽപ്പെട്ട കള്ളന്മാരൊക്കെ വീട്ടിൽ വന്ന് എന്തെങ്കിലും എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മെ അടുത്ത് കിടക്കുന്ന ആളെയോ, ചിലപ്പോൾ അന്ന് വീട്ടിൽ ചിലപ്പോൾ സർക്കാരത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ വീട്ടിൽ വന്ന ആളെയൊക്കെ നമുക്ക് സംശയം തോന്നും.
പോയത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും ഈ CCTV ഒന്നുമില്ലാത്ത വീടുകളിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇവിടെ ആരും വരില്ല എന്ന് നമ്മൾ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കും. അതിനുശേഷം സാധനം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ പോലീസിലോ അവിടെ പോയി പരാതി കൊടുക്കും. 2-3 ദിവസം അവർ വന്ന് അന്വേഷിച്ച് പോകും. അതിനുശേഷം യാതൊരു തുമ്പും ഉണ്ടാവാറില്ല. സ്വതവേ അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിൽപ്പെട്ട വീട്ടിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ദയവ് ചെയ്ത് ഉറങ്ങുന്നതിന് മുമ്പേ എല്ലാ വാതിലുകളും അതുപോലെ തന്നെ ജനവാതിലുകളെല്ലാം നമ്മൾ കുറ്റിയിടണം. ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളന്മാർ മാത്രമല്ല മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക, കമൻ്റ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തെറി പറയാൻ ആരും വരണ്ട. കാരണം ഇത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു വില എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ. കാരണം അവരുടെ ജീവിതത്തിലെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്ക് ജീവിതത്തിലൊന്നും സംഭവിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട CCTV ഫുട്ടേജുകളടക്കം നമുക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.